ഹലോ എവരിവൺ. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകമെന്ന് പറയുന്നത് ആകെ സ്ട്രെസ് നിറഞ്ഞതാണ് അല്ലേ? ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകളാണെങ്കിലും അറിഞ്ഞോ അറിയാതെയോ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഇതൊക്കെയും നമ്മളുടെ മനസ്സിന്റെ ആ ഒരു ശാന്തതയും സമാധാനത്തെയും ഒക്കെയും അഫക്റ്റ് ചെയ്യുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ജീവിക്കുന്ന ഈ വേൾഡ് ഒരു കോമ്പറ്റേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഏത് ഫീൽഡിലുള്ള ആളുകളാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഏരിയയിൽ മത്സരവും അല്ല എങ്കിൽ പരസ്പരമുള്ള ഒരു ജലസി റൈവൽറി ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ കൊണ്ടും മനസ്സിനുള്ള ഒരു ശാന്തത നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. ഈ ഇന്നർ പീസ് അല്ലെങ്കിൽ മനഃശാന്തി എന്ന് പറയുന്ന ഒരു അവസ്ഥ, എന്താണ് ഈ മനഃശാന്തി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്? ഇത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇന്നർ പീസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് എങ്ങനെ നമുക്ക് അക്വയർ ചെയ്ത് അല്ലെങ്കിൽ നേടിയെടുക്കാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഒരു ഓവറോൾ ഹെൽത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അതിൽ ഇന്നർ പീസിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതിന്റെ പ്രാധാന്യം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് മാർച്ച് 21 വേൾഡ് ഇന്നർ പീസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മനഃശാന്തി നമുക്ക് നഷ്ടപ്പെടുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മുടെ ചുറ്റിനും കേൾക്കുന്ന പല വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ മറ്റുള്ളവർ പറയുന്നതോ, നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് അതിന് നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പറയാം. നമ്മൾ എവിടെ നോക്കിയാലും ഒരുപാട് വാർത്തകളൊക്കെയാണ്. പത്രം എടുത്തു ഒരു ദിവസം നമ്മൾ രാവിലെ തന്നെ നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെയുള്ള പല പല വാർത്തകളും നമ്മളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. അത് നമ്മളുടെ മനസ്സിന്റെ ശാന്തതയും സമാധാനത്തെയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുകയാണ്. ചില വാർത്തകളൊക്കെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളതാണ് എങ്കിൽ ആ ഒരു ദിവസം ചിലപ്പോൾ ദിവസങ്ങളോളം നമ്മളുടെ ആകെ ഒരു മൂഡ് മാറ്റി കളയുന്ന നല്ലൊരു നെഗറ്റീവ് ഇമ്പാക്ട് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളായിട്ട് ഈ വാർത്തകളൊക്കെയും മാറാറുണ്ട്. നമ്മൾ ജീവിക്കുന്നല്ലേ, നമ്മുടെ ചുറ്റുമുള്ള ലോകം ഇങ്ങനെയാണെങ്കിലും നമുക്കൊരു മനഃശാന്തി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വളരെയധികം അല്ലെ ആ ഒരു സ്റ്റേറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ട് കാര്യമാണ്. ഇന്നർ പീസ് നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിന് ഒരുപാട് പ്രയോജനം തരുന്ന ഒന്നാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേറ്റ് ചെയ്തല്ലേ ആ ധ്യാനത്തിലേക്ക് ഒന്ന് ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളുടെ മനസ്സിലേക്ക് എന്തോരം ചിന്തകളാണ് കടന്നു വരുന്നത് അല്ലെ? ചെയ്യാനുള്ള കാര്യങ്ങൾ, ചെയ്തു പോയതിലെ അബദ്ധങ്ങൾ, അല്ലെങ്കിൽ തിരുത്തലുകൾ ആവശ്യമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ഇനി വൈകിട്ട് എന്നായിരിക്കും ഫുഡ് കഴിക്കുക, ഇങ്ങനെ നമ്മളുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളിലെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഒരുപാട് ചിന്തകൾ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. അപ്പൊ ഈ മെഡിറ്റേഷൻ അഥവാ ധ്യാനം ചെയ്യുന്നത് കൊണ്ട് ചിന്തകളെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത്, പകരം ചിന്തകളെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ, പ്രസന്റ് മൊമെന്റിൽ ആയിരിക്കാനായിട്ട് എപ്പോഴും നമ്മളുടെ ആകുലതകൾ കുറച്ചുകൊണ്ട് പ്രസന്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇന്നർ പീസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി ഏതാണെന്ന് ചോദിച്ചാൽ മെഡിറ്റേഷൻ എന്ന് തന്നെ നമുക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കും. ടേക്ക് എ ബ്രേക്ക് ഫ്രം സോഷ്യൽ മീഡിയ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ലൈഫിൽ ഒരുപാട് ഇമ്പാക്ട്, അതും നെഗറ്റീവായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ ദിവസം നല്ല പോസിറ്റീവായിട്ട് ഇന്ന് തുടങ്ങണം എന്നോർത്തിരിക്കുമ്പോഴായിരിക്കും രാവിലെ ന്യൂസ് പേപ്പർ കയ്യിലോട്ട് കിട്ടുന്നത്. മറിച്ച് നോക്കുമ്പോഴുള്ള വാർത്തകളിൽ ഏറിയ പങ്കും നമ്മളുടെ മനസ്സിന്റെ സമാധാനം കെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കും. അല്ല എങ്കിൽ രാവിലെ എഴുന്നേറ്റ് മൊബൈലിലേക്ക് നോക്കുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്കൊരു മനസ്സിനൊരു ശാന്തത ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്ന സമയം കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, നമ്മൾ ആ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള പലതും മാറ്റി വെച്ചിട്ടാണ് സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഒരു ബ്രേക്ക് എടുക്കാൻ തയ്യാറാവുക. ഈ അടുത്ത ഇടയിൽ നടത്തിയ ഒരു റിസർച്ച് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആ ഒരു പ്രവണത ഉള്ളത്, അങ്ങനെയുള്ള ഇതെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രഗ്സ് കഴിക്കുന്ന അതിനോട് അഡിക്ഷൻ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഭീകരമായ ഒരു സ്റ്റേറ്റ് തന്നെയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അതിന്റെ ദൂഷ്യങ്ങളെ കുറിച്ച് ഒന്നും തന്നെ അവെയർ അല്ല എന്നുള്ളതാണ്. മനസ്സിലാക്കണം, നമ്മളുടെ ലൈഫിന്റെ സന്തോഷവും സമാധാനവും അല്ലെ ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ സമയം, ഇതൊക്കെയും നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് ചൂഴ്ന്നെടുക്കുന്ന ഒരു ഏരിയയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ അധികം സമയം ചെലവഴിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്ത് ചെയ്യാനായിട്ടുള്ള കഴിവ് തീരെ കുറവാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിന് ശാന്തതയും സമാധാനവും വേണമെങ്കിൽ ലോകത്തെല്ലായിടത്തും നന്മകൾ മാത്രം ഉണ്ട് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ നമ്മുടെ മനസ്സിന് ഒരിക്കലും ശാന്തതയും സമാധാനവും കിട്ടുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നർ പീസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്
പറയുന്നത് ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് സ്ട്രെസ് അല്ല ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും ആ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒന്ന് കണ്ണുകൾ അടച്ച് ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വളരെ ഇതിൽ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ ടെൻഷൻ അല്ല നമ്മൾ ആ എന്തിനെ കുറിച്ചാണോ ആകുലപ്പെട്ടിരുന്നത് അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. നമ്മുടെ മസിൽസിനെ കൂടുതൽ റിലാക്സ് ആകാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മൾ ഒരുപാട് ടെൻഷൻ ആയി കഴിയുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, അതൊന്ന് കുറയ്ക്കാനായിട്ട് നമ്മുടെ നെർവ്സിനെയൊക്കെ ഒന്ന് കാം ഡൗൺ ചെയ്യാനായിട്ട് ഈ ബ്രീതിങ് എക്സസൈസിന് ഒരുപാട് പങ്കുവഹിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിന്റെ ഒരു ശാന്തതയും സമാധാനവും ഒക്കെ കൊണ്ടുവരാനായിട്ടും ഈ ബ്രീതിങ് എക്സസൈസ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ബ്രീതിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ലൈഫിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യം. ഫോക്കസ് ഓൺ ഗുഡ് തിങ്സ്, നല്ല കാര്യങ്ങളിൽ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും നെഗറ്റീവ് വശം കാണാൻ മാത്രം ശ്രമിക്കാതെ പോസിറ്റീവ് വശങ്ങളും കൂടെ കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ശാന്തത നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പതിയെ പതിയെ സാധിക്കും. നമ്മളുടെയൊക്കെ കൂടുതൽ ഇതെന്ന് പറയുന്നത് എന്ത് കാര്യം അതൊരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യം ഉണ്ടായാലും ഉടനെ നമ്മൾ നെഗറ്റീവാണ് പറയുന്നത് അല്ലേ. എന്നാൽ അതിനെ ഒന്ന് മാറ്റി അതിലൊരു പോസിറ്റീവ് വശം നമ്മളിത് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം, നമുക്ക് ഉള്ളിലൊരു ശാന്തതയും സമാധാനം, എപ്പോഴും ഈ കുറ്റപ്പെടുത്തലുകളും അല്ല എങ്കിൽ നമുക്ക് സമാധാനക്കേടുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ശാന്തത കൈവരിക്കാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്കൊക്കെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാവുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ശാന്തതയും സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇന്നർ പീസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ നേച്ചർ പ്രകൃതിയിലേക്കൊന്ന് ഇറങ്ങി അല്ലെങ്കിൽ ഇണങ്ങി ജീവിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അതിനൊന്നും ഒരു ഒട്ടും സമയമില്ല, അല്ല നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. ഈ അടുത്ത ഇടയിൽ നടത്തിയ ഒരു റിസർച്ച് പഠനം പറയുന്നത് കൂടുതൽ നേച്ചറുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ആളുകൾക്ക് ഹാപ്പിനെസ് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണ് എന്നുള്ളതാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു യാത്ര പോകുമ്പോൾ നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ചെന്ന് അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ടെൻഷനൊക്കെ കുറഞ്ഞ് കുറേ സമയത്തേക്കെങ്കിലും നമുക്കൊരു മനസ്സൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആകുന്നതായിട്ട് ഫീൽ ചെയ്യും അല്ലേ. അത് ആ ഒരു പ്രകൃതിയുടെ ഒരു പവറാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ തന്നെയാണെങ്കിലും നമുക്ക് ഉള്ള ചുറ്റുപാടുകളിൽ കൂടുതൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങി അതിലേക്ക് ഇറങ്ങി ചെന്ന് കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായി കഴിയുമ്പോൾ അത് നമുക്ക് ഇന്നർ പീസ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും. ചിരിക്കാൻ ശ്രമിക്കുക, നമ്മളൊക്കെ മറന്നു പോകുന്ന ഒരു കാര്യമാണ് അല്ലേ. ചെറിയ ചെറിയ കാര്യങ്ങളിലാണെങ്കിലും സന്തോഷം കണ്ടെത്തി അതിലൊന്ന് ചിരിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരുപാട് പ്രയോജനങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് അത് നമ്മളെ സഹായിക്കും. ലാഫ് എന്ന് പറയുന്നത് ഒരു മെഡിസിൻ്റെ പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ, പെയിൻ കുറയ്ക്കാൻ, നമ്മളൊന്ന് റിലാക്സ്ഡ് ആക്കാനായിട്ട്, അതോടൊപ്പം തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻ കൂട്ടാനായിട്ട്, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ, ഇങ്ങനെ ചിരിക്ക് ഒരുപാട് പവറുണ്ട്. അപ്പോൾ ആ പവർ നമ്മൾ പരമാവധി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു നല്ലൊരു തമാശ നിറഞ്ഞ ഒരു സിനിമ കാണുമ്പോൾ ഒന്ന് ആസ്വദിച്ചാൽ, അങ്ങനെ ഒരു ക്ലിപ്പിങ് കാണുമ്പോൾ ഒന്ന് ചിരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ല നമ്മളുടെ സുഹൃത്തുക്കളുമൊക്കെ ആയിട്ടാണെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ അതിൽ ഒരു സന്തോഷം കണ്ടെത്തി, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തി ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മളുടെ ഉള്ളിൽ ഒരു ശാന്തത കൊണ്ട് തരാനായിട്ട് സഹായിക്കും. മനഃശാന്തി നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് മൈൻഡ്ഫുൾനെസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിലായിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതിനൊരുപാട് നമ്മൾ സമയം മാറ്റി വെച്ച് ഒരു ഹാഫ് ആൻ അവർ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെ ഒരു അല്പം ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ എന്നും തന്നെ നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ശ്വസനത്തിൽ നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതും മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഭാഗമായിട്ട് വരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്നു, ആ കഴിക്കുന്ന ഫുഡ് എന്താണെന്ന് അതിൻ്റെ ടേസ്റ്റിലേക്കും അതിൻ്റെ ആ ടെക്സ്ചറിലേക്കും ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിക്കുമ്പോൾ അത് മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ് ആണ്, അതും ഇതിൽ തന്നെ വരും. അല്ലെ ഒരു കോഫി കുടിക്കുന്നു, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ അതിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധ കൊടുത്ത് ആ ചെയ്യുന്ന കാര്യം ആസ്വദിച്ച് അല്ലെ അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അതും നമ്മളുടെ ഇന്നർ പീസിനെ കൂട്ടിയെടുക്കാനായിട്ട് സഹായിക്കും. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മനഃശാന്തി അല്ലെങ്കിൽ ഇന്നർ പീസ് നേടിയെടുക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ആദ്യം നമ്മൾ അതിനുവേണ്ടി തയ്യാറാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നെക്കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യമല്ല നമ്മളുടെ മനസ്സിൻ്റെ ശാന്തതയും സമാധാനവും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ സന്തോഷം എന്നൊക്കെ പറയുന്നത്. നമ്മൾ ആഗ്രഹിച്ചാൽ അല്ലെ അതിനുവേണ്ടി ഒരു അല്പം സമയം മാറ്റിവെക്കുകയോ പരിശ്രമിക്കുകയോ നമ്മുടെ ചിന്താഗതിയിലേക്ക് ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തിയെടുക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലെ ശാന്തതയും സമാധാനവും ഈ എത്രമാത്രം സ്ട്രെസ് നിറഞ്ഞ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നേടിയെടുക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.